ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ കെ അനലൈസിൻ്റെ ഫസ്റ്റ് വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി പാർട്ട് 2 വീഡിയോ കാണാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 97, അത് മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ ബുക്ക് റിലിജൻ ആൻഡ് റൈസ് ഓഫ് ക്യാപിറ്റലിസം, ആൻഷ്യൻറ്റ് ജൂഡായിസം, ദ സോഷ്യൽ ഓർഗനൈസേഷൻ ഓഫ് ഓസ്ട്രേലിയൻ ട്രൈബ്സ്. Last one, primitive religion. Max Weber, A.R. Radcliffe Brown, R.H. Lowy, R.H. Twain. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്. A4, B1, C2, D3. Religion and the Rise of Capitalism, R.H. Twain. Ancient Judaism, Max Weber. The Social Organization of Australian Tribes, A.R. Radcliffe Brown. And the last one, Primitive Religion, R.H. Lowy. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 98. അതും മാച്ച് ദ ഫോളോയിങ് ആണ്. ഗ്ലോബൽ കോമൺസ്, ആസിഡ് റെയിൻ, ഗ്രീൻ ഹൗസ് എഫക്ട്സ്, എൻവയോൺമെൻറ്റൽ റേസിസം. എക്സ്പ്ലനേഷൻ എന്താ നോക്കാം. Precipitation that is made acidic by air pollution, putting environmental hazards in proximity of poor people, resource shared by all members of international community, rise in the Earth's average temperature due to increased concentration of carbon dioxide in environment. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. A3, B1, C4, D2. അപ്പോൾ ആസിഡ് റെയിൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. Precipitation that is made acidic by air pollution, അതാണ് ആസിഡ് റെയിൻ. അപ്പോൾ B1 വരുന്ന ഓപ്ഷൻ ഓപ്ഷൻ 2 ആണ്. പിന്നെ A3 വരുന്നത് ഗ്ലോബൽ കോമൺസ്, അത് റിസോഴ്സ് ഷെയർഡ് ബൈ ഓൾ മെമ്പേഴ്സ് ഓഫ് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി. പിന്നെ C, ഗ്രീൻ ഹൗസ് എഫക്ട്സ്, റൈസ് ഇൻ എർത്ത്സ് ആവറേജ് ടെമ്പറേച്ചർ ഡ്യൂ ടു ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റൽ റേസിസം, പുട്ടിംഗ് എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ് ഇൻ പ്രോക്സിമിറ്റി ഓഫ് പുവർ പീപ്പിൾ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 99. Who has proclaimed an epistemological break between the earlier pre-1845 and mature writings of Karl Marx? അതിൻ്റെ ആൻസർ ഓപ്ഷൻ 2, ലൂയിസ് അൽതൂസർ. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 100 നോക്കാം. വിച്ച് among the following are correct? ശ്രദ്ധിക്കണേ, കറക്റ്റാണ് ചോദിക്കുന്നത്. ദ മോൺട്രിയൽ പ്രോട്ടോകോൾ signed in 1987 was related to the phase out of the manufacture and use of chemicals causing depletion of Earth's ozone layer. B. Agenda 21 was adopted at Earth Summit in 1922. In June 1992. Okay, the United Nations Conference on Environment and Development took place at Rio de Janeiro, Brazil. Option D. Rachel Carson, in her book Silent Spring, published in 1970, called attention to the threat of toxic chemicals to people and environment. ഇതിൽ ആൻസറായി വരുന്നത് ഓപ്ഷൻ 1 ആണ്, ABC. ഡി ജസ്റ്റ് സംശയമുണ്ട്, ഡൗട്ടുള്ളത് കൊണ്ട് ഓപ്ഷൻ 4 ആവാനുള്ള ചാൻസ് ഉണ്ട്, ഓപ്ഷൻ 1 ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് സൈലന്റ് സ്പ്രിങ്ങിൻ്റെ ഡേറ്റിലാണ് ഒരു ഡൗട്ടുള്ളത്. അപ്പോൾ NTA-യുടെ അഭിപ്രായത്തിൽ ഓപ്ഷൻ 1 ആണ് ആൻസർ. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 101. What is the following sociological works
or elite theory in chronological order of their year. The power elite, Sid Wright Mills, the mind and society, Wilfred Pareto, the ruling class, G. Mosca, political parties, Robert Michaels. Answer is option 3, DACB. DACB. First വരുന്നത് political parties, Robert Michael. Then the power elite, C. Wright Mill. And C, the ruling class, G. Mosca. And last one, the mind and society, Wilfred Pareto. Okay. Next question, 102. A hypothesis which assumes that there is no relationship between the selected variables is called. അതെന്താണ്? Answer for null hypothesis. Okay, next question, 103. Match the following ആണ്. Modernity and self-identity, structure and function in primitive society, the social system, on the shoulder of giants. ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. എന്താ നോക്കുക? A3, B4, C2, D1. മോഡേണിറ്റി ആൻഡ് സെൽഫ് ഐഡൻറ്റിറ്റി ആൻ്റണി ഗിഡൻസ് ആണ്. സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഇൻ പ്രിമിറ്റീവ് സൊസൈറ്റി, A.R. റാഡ്ക്ലിഫ് ബ്രൗൺ. ദ സോഷ്യൽ സിസ്റ്റം, ചാൽക്കോട്ട് പേഴ്സൺ. ഓൺ ദ ഷോൾഡേഴ്സ് ഓഫ് ജയന്റ്, R.K. Merton. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 104. അത് മാച്ച് ദ ഫോളോയിങ് തന്നെയാണ്. ഐറ്റം അനാലിസിസ് അപ്രോച്ച്, അത് സ്കെയിൽ കൺസ്ട്രക്ഷൻ അപ്രോച്ചാണ്. പിന്നെ വരുന്നത് നെയിം ഓഫ് ദ സ്കെയിൽ, അത് നോക്കാം. ഐറ്റം അനാലിസിസ് അപ്രോച്ച്, കോൺഷ്യസ് സ്കെയിൽ അപ്രോച്ച്, ക്യുമുലേറ്റീവ് സ്കെയിൽ അപ്രോച്ച്, ഫാക്ടർ അനാലിസിസ് അപ്രോച്ച്. ആൻസർ, അപ്പോൾ അതിൻ്റെ സ്കെയിൽസ് വരുന്നത് ഓസ്ഗുഡ്സ് സിമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ, ഗുഡ്മാൻസ് സ്കാലോഗ്രാം, ലിക്കറ്റ് സ്കെയിൽ, തേഴ്സ്റ്റൺ ഡിഫറൻഷ്യൽ സ്കെയിൽ. ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. A3, B4, C2, D1. ഐറ്റം അനലൈസിസ് അപ്രോച്ച് ലിക്കറ്റ് സ്കെയിലാണ്. കോൺഷ്യസ് സ്കെയിൽ അപ്രോച്ച് തേഴ്സ്റ്റൺ ഡിഫറൻഷ്യൽ സ്കെയിൽ ആണ്. പിന്നെ ക്യുമുലേറ്റീവ് സ്കെയിൽ അപ്രോച്ച് ഗുഡ്മാൻസ് സ്കാലോഗ്രാം ആണ്. ദെൻ ഫാക്ടർ അനലൈസിസ് വരുന്നത് ഓസ്ഗുഡ് സിമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ ആണ്. ഇത് മനസ്സിലായി വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 105. വിച്ച് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ഇരാവതി കർവ്. ഇരാവതി കർവിൻ്റെ ട്രൂ അല്ലാത്ത സെൻറ്റൻസ് ഏതാണെന്ന്. ഷീ റോട്ട് കിൻഷിപ്പ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ, അത് ഓഫ് കോഴ്സ് ശരിയാണ്. ഷീ അഡോപ്റ്റഡ് ഇൻറ്റോളജിക്കൽ അപ്രോച്ച് ടു ദി സ്റ്റഡി ഇൻ ഇന്ത്യ. ഷീ വാസ് ബോൺ ഇൻ പൂന, മഹാരാഷ്ട്ര. ഹെർ ബുക്ക് യുഗാന്ത ട്രാൻസ്ഫോംഡ് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മഹാഭാരത. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. ഷീ വാസ് ബോൺ ഇൻ പൂന, ബർമയിലാണ് അവർ ജനിച്ചിട്ടുള്ളത്. അപ്പോൾ അത് തെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 106. ഹൂ സ്റ്റാർട്ടഡ് ഹിസ് ബുക്ക് വിത്ത് എ rhetorical question? ഹൂ നൗ റീഡ്സ് സ്പെൻസർ? അതിൻ്റെ ഓപ്ഷൻസ് ഒന്ന് നോക്കാം. എം.എൻ. ജോൺകിൻ, A.R. റാഡ്ക്ലിഫ് ബ്രൗൺ, റാൻഡൽ കോളിൻസ്. ലാസ്റ്റ് വൺ ചാൽക്കോട്ട് പേഴ്സൺ. ഹൂ നൗ റീഡ് സ്പെൻസർ? അതിൻ്റെ ആൻസർ വരുന്നത് ചാൽക്കോട്ട് പേഴ്സൺസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 107. A process of urban renewal in which older decaying housing is refurbished by affluent people moving into the area is called gentrification. അതാണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the correct chronological sequence of the following books of Karl Marx?
കാൾമാക്സിൻ്റെ ബുക്സിൻ്റെ ക്രോണോളജിക്കൽ ഓർഡേഴ്സാണ് ചോദിക്കുന്നത്. അത് ജസ്റ്റ് ഡൗട്ടുണ്ട്, അതുകൊണ്ട് നമുക്കത് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 109 അത് മാച്ച് ദ ഫോളോയിങ് ആണ്. ബുക്ക് ആൻഡ് ഓതർ. ഇൻട്രൊഡ്യൂസിങ് വുമൻസ് സ്റ്റഡീസ്, ഫെമിനിസം ആൻഡ് പോസ്റ്റ് മോഡേണിസം, ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻറ്റിമസി, സെക്സ്, ജെൻഡർ ഇൻ സൊസൈറ്റി. അതിൻ്റെ ഓതേഴ്സ് ആരും നോക്കാം. ആൻ്റണി ഗിഡൻസ്, ആൻ ഓക്ലെ, എൽ.ജെ. നിക്കോൾസൺ, വി റോബിൻസൺ ആൻഡ് ഡി റിച്ചാർഡ്സൺ. ആൻസർ വരുന്നത് ഓപ്ഷൻ 1, അതായത് A4, B3, C1, D2. ഇൻട്രൊഡ്യൂസിങ് വുമൻ സ്റ്റഡീസ്, വി റോബിൻസൺ ആൻഡ് ഡി റിച്ചാർഡ്സൺ. ഫെമിനിസം ആൻഡ് പോസ്റ്റ് മോഡേണിസം, എൽ.ജെ. നിക്കോൾസൺ. ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻറ്റിമസി, ആൻ്റണി ഗിഡൻസ്. ആൻഡ് സെക്സ്, ജെൻഡർ ആൻഡ് സൊസൈറ്റി, ആൻ ഓക്ലെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 110. Which of the following social movement can be classified in category of new social movements? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. ഭൂദാൻ മൂവ്മെൻറ്റ്, ഇക്കോളജിക്കൽ മൂവ്മെൻറ്റ്, ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ്, ബ്ലാക്ക് മൂവ്മെൻറ്റ്. ഇതിലേതൊക്കെയാണ് ന്യൂ സോഷ്യൽ മൂവ്മെൻറ്റിൽ ഉൾപ്പെടുന്നതാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ 3, BCD. Ecological movement, feminist movement, black movement. Next question 111. Social structure of the Garos can be understood only in context with. Answer 1, knock. And 112. Radhakamal Mukherjee proposed that human civilization should be studied at 3 interrelated levels. Which among the following was not suggested by him? സെക്യുലർ ഡയമെൻഷനാണ് അദ്ദേഹം സജസ്റ്റ് ചെയ്യാത്തത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 130. The qualities of good research are: good research is systematic, good research is logical, good research is hypothetical, good research is empirical, and good research is replicable. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്, ACDE. ഗുഡ് റിസർച്ച് ഈസ് ലോജിക്കൽ, അതിൻ്റെ ക്വാളിറ്റി അല്ല. ബാക്കി 4 ക്വാളിറ്റിയാണ്, അതായത് ACDE. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 114. The learning of attitudes and behaviors necessary for recognized and sustainable competence with a context of employment is known as occupational socialization. അതിൻ്റെ ആൻസറാണ് ഓപ്ഷൻ 2. In next question number 15. The observation which occurs most frequently in a sample is the dash. Option 4, mode. മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ചോദിക്കുന്നത് മോഡാണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 116. The concept of bureaucracy developed over a period of time. Arrange the following socialists in a ascending order who contributed to the notion of bureaucracy. ഫസ്റ്റ് ബ്യൂറോക്രസി കൊണ്ടുവന്നിട്ടുള്ളത് മാക്സ് വെബർ ആണ്. അപ്പോൾ ABDCE. മാക്സ് വെബർ, AW ഗാർഡനർ, പിന്നെ വരുന്നത് പീറ്റർ എംബ്ലോ, ദെൻ ആർക്കിമെർട്ടൺ, ലാസ്റ്റ് വൺ M. ക്രോസിയർ. ഓക്കെ, ഇനി അടുത്തത് 117. Which of the following is not a primary data? Mailed questionnaire, direct personal interview, material published by government, case study material. ഇതിൽ
പ്രൈമറി ഡാറ്റ അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അത് മെറ്റീരിയൽ പബ്ലിഷ്ഡ് ബൈ ഗവൺമെൻറ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 118. Which among the following is not the advantage of the factory system of production? Economic by allowing advantages of scale, while reducing the cost of distribution of raw materials and finished product. Technical by making possible the skilling of character and the use of machine. Political by empowering the owner of control the worker in political process. Last one, managerial by increasing the scope for disciplined control by bargaining power of workers. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. ടെക്നിക്കൽ ബൈ മേക്കിംഗ് പോസിബിൾ ദ സ്കില്ലിംഗ് ഓഫ് ക്രാഫ്റ്റ് ലേബർ ആൻഡ് ദ യൂസ് ഓഫ് മെഷീൻ. Okay, next question 119. A definition is phrase signifying a thing's essence. Who gave this statement? Auguste Comte, Herbert Spencer, Aristotle, Plato. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 അരിസ്റ്റോട്ടിലാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഹാബിറ്റസ് റെഫേഴ്സ് ടു ദ ensemble of disposition by which actions and attitudes in everyday world become habitual, and as a result the everyday world is taken for granted. Who has given the concept of habitus? So simple. Answer is 2, Pierre Bourdieu. Okay, next question. According to Tucker Parsons, which among the following is the basic unit of social system? Answer is option 2, the status role complex. അതാണ് അതിൻ്റെ ആൻസറായി വരുന്നത്. എല്ലാവരും കൾച്ചറലി ഷെയർഡ് സ്ട്രക്ചർ ആൻഡ് ഷെയർഡ് സിമ്പിൾസ് എന്നാവും എഴുതിയിട്ടുണ്ടാവുക. പക്ഷേ അതല്ല, സ്റ്റാറ്റസ് റോൾ ആണ്. സ്റ്റാറ്റസ് റോൾ കോംപ്ലക്സ് ആയി വരുന്നതാണ് സോഷ്യൽ സിസ്റ്റത്തിൻ്റെ ബേസിക് യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who was Auguste Comte's mentor? Was so simple. Answer is Saint Simon. Okay, next question. Which among the following are correct about millennials of innovation? ഇതൊരു ന്യൂ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതെന്താണ്, അതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. ദിസ് കൺസെപ്റ്റ് വാസ് ഗിവൺ ബൈ മാനുവൽ കാസിസ്, പീറ്റർ ഹോൾ ആൻഡ് ഫിലിപ്പ് ഐഡോൾട്ട്. It is a specific set of relationship of production and management that aimed at generating new knowledge, new process and new products. Spatial proximity is a necessary material condition for the existence of such milieux. The high technological and industrial milieux of innovation are called technopoles. ഓക്കെ, ഇതിൻ്റെ ആൻസർ വരുന്നത് ഫുള്ളാണ് ABCD മുഴുവൻ ഇതിൻ്റെ ആൻസറാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ദ ഫോളോയിങ് ആണ്. സം ആസ്പെക്ട്സ് ഓഫ് ഫാമിലി ഇൻ മഹുവ, കാസ്റ്റ് ആൻഡ് കിൻഷിപ്പ് ഇൻ സെൻട്രൽ ഇന്ത്യ, വേൾഡ് റെവല്യൂഷൻ ആൻഡ് ഫാമിലി പാറ്റേൺ, ഫാമിലി ആൻഡ് കിൻഷിപ്പ്, എ സ്റ്റഡി ഓഫ് ദ പണ്ഡിറ്റ്സ് ഓഫ് റൂറൽ കശ്മീർ. ഓദർ വില്യം ജെ ഗുഡെ, TN മദാൻ, IP ദേശായി, അഡ്രിയൻ സി മേയർ. ഇത് വളരെ ഈസിയാണ്. മാഹുവ വില്ലേജിനെ പറ്റി സ്റ്റഡി ചെയ്തിട്ടുള്ളത് IP ദേശായാണ്. അപ്പോൾ A3 വരുന്ന ഓപ്ഷൻ നമുക്ക് പിക്ക് ചെയ്യാവുന്നതാണ്. ഓപ്ഷൻ 3 A3, B4, C1, D2. സം ആസ്പെക്ട് ഓഫ് ഫാമിലി ഇൻ മഹുവ, IP ദേശായി, കാസ്റ്റ് ആൻഡ് കിൻഷിപ്പ് ഇൻ സെൻട്രൽ ഇന്ത്യ, AC മേയർ, ആൻഡ് വേൾഡ് റെവല്യൂഷൻ ആൻഡ് ഫാമിലി പാറ്റേൺ, വില്യം ജെ ഗുഡെ. Then family and kinship, a study of the Pandits of Kashmir, TN മദാൻ. ഇപ്പോൾ കാശ്മീരി പണ്ഡിറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളത് TN മദാനാണ്. അപ്പോൾ അത് രണ്ടും വെച്ച് നമുക്ക് എക്സാം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 125. Basic steps in exploratory research designs are the survey of literature, preparing in an interview schedule, the experience survey, the analysis of
stimulating examples. ആൻസർ വരുന്നത് ഓപ്ഷൻ 3 BCD. എ ഇല്ല. സർവേ ഓഫ് ലിറ്ററേച്ചർ എന്നുള്ള ഒരു സ്റ്റെപ്സ് എക്സ്പ്ലോറേറ്ററി റിസർച്ചിൽ പറയുന്നില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ number 126. Arrange the following sociologists in ascending order who have contributed significantly to role theory. അസെൻഡിങ് ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ, റോൾ തിയറിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നോക്കാം, നമുക്ക് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ 2 ആണ്. ഫസ്റ്റ് റോളിനെ പറ്റി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് റാൽഫ് ലിൻഡൺ ആണ്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ CABD, റാൽഫ് ലിൻഡൺ, ടാൽഗട്ട് പാഴ്സൺ, ദെൻ റോബർട്ട് കെ മേർട്ടൽ, ലാസ്റ്റ് വൺ എർവിംഗ് ഹോഫ്മാൻ. ഓക്കെ, നെക്സ്റ്റ് മാച്ച് ദ ഫോളോയിങ് ആണ്. ടൈം സ്പേസ് ഡിസ്റ്റൻസിയേഷൻ, റെഫറൻസ് ഗ്രൂപ്പ്, എവല്യൂഷണറി യൂണിവേഴ്സലൈസ് ആൻഡ് ഡീപ്പ് സ്ട്രക്ചർ. ഇതിൽ ടൈം സ്പേസ് ഡിസ്റ്റൻസിയേഷൻ എല്ലാവരും അറിയുന്നുണ്ടാവും, അത് ആൻ്റണി ഗിഡൻസ് ആണ്. അപ്പോൾ A3 വെച്ചിട്ട് ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ 4 A3 B1 C2 D4 അത് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ റെഫറൻസ് ഗ്രൂപ്പ് ആർക്കെ മേർട്ടൻ, എവല്യൂഷണറി യൂണിവേഴ്സൽസ് ടാൽഗട്ട് പാഴ്സൺസ്, ഡീപ്പ് സ്ട്രക്ചർ ക്ലോഡ് ലേവി-സ്ട്രോസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അത് മാച്ച് ദ ഫോളോയിങ് തന്നെയാണ്. പൊളിറ്റിക്കൽ മാൻ, ദ സോഷ്യൽ ബേസിസ് ഓഫ് പൊളിറ്റിക്സ്, modern political analysis, open society and its enemies, combative politics, a developmental approach. ഇത് ന്യൂ ഐഡിയാസ് ആണ്, ന്യൂ ബുക്സ് ആണ്. ഇത് എല്ലാ ക്വസ്റ്റ്യനും ചോദിച്ച് കാണാത്ത ചോദ്യമാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 A3 B2 C2 D1. A4 B3 C2 D1. A4 എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ മാൻ, ദ സോഷ്യൽ ബേസിസ് ഓഫ് പൊളിറ്റിക്സ്, SM ലിപ്സെറ്റ് ആണ്. പിന്നെ മോഡേൺ പൊളിറ്റിക്കൽ അനലൈസിസ് റോബർട്ട് A ഡഹ്ലാണ്. ഓപ്പൺ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് എനിമീസ് കാൾ R പോപ്പർ ആണ്. ആൻഡ് ലാസ്റ്റ് വൺ കമ്പാറ്റീവ് പൊളിറ്റിക്സ് എ ഡെവലപ്മെൻ്റൽ അപ്രോച്ച് പറയുന്നത് GA ആൽമണ്ട് ആൻഡ് GB പോവലാണ്. ഓക്കെ, നെക്സ്റ്റ് which of the following is not part of culture? Communication, religion, family unit, customs. അതിൽ ആൻസർ വരുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇതിൽ നമുക്ക് ഒരു ഡൗട്ട് വരുന്നൊരു ചോദ്യമാണ്, ഫാമിലി യൂണിറ്റ് കൾച്ചറിൽ വരുമോ എന്നുള്ളൊരു ഡൗട്ടാണ് എല്ലാവർക്കും വരുന്നത്. അത് നമ്മളെ കുഴപ്പിക്കാനുള്ളൊരു ക്വസ്റ്റ്യനാണ്. പക്ഷെ കമ്മ്യൂണിക്കേഷനാണ് ഇതിൻ്റെ പാർട്ട് അല്ലാത്തത്, കൾച്ചറിൻ്റെ പാർട്ടില്ലാത്തത് കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 130. Who among the following have contributed to the concept of conflict in sociology? ഇതിൽ കോൺഫ്ലിക്റ്റിനെ പറ്റി പറയുന്ന സോഷ്യോളജിസ്റ്റ് ആരൊക്കെയെന്നാണ് ക്വസ്റ്റ്യൻ. ഡെഫിനറ്റ്ലി മൈലോവ്സ്കി കോൺഫ്ലിക്റ്റിനെ കുറിച്ച് പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഓപ്ഷൻ 3 ചൂസ് ചെയ്യാം. ABDE, ലെവിസ് A കോസർ, ജോർജ് സിമ്മൽ, റാൽഫ് ഡെഹ്റൻഡോഫ് ആൻഡ് കാൾ മാർക്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് A term used by Louis Wirth to denote distinctive characteristics of urban social life such as impersonality is called. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് അർബാനിസം. അർബാനിസം ഈസ് എ വേ ഓഫ് ലൈഫ്. ലൂയിസ് വെർത്താണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ അത് വെച്ച് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാവുന്നതാണ്. ദ കറക്റ്റ് ആൻസർ ഈസ് അർബാനിസം. നെക്സ്റ്റ്, environmental ethics deals with the following issues. Environmental destruction is largely caused by the consumption of the rich. The worst sufferers of environmental destruction are the poor. Even where nature is being recreated as in afforestation, it is being transformed away from the needs of the poor. Last one, there can be not proper economic and social development without a holistic understanding. Options
ഇതിൽ കറക്റ്റായിട്ട് വരുന്നത് ഓപ്ഷൻ 4 ആണ്. ABCD എല്ലാ പോയിൻറ്റ്സും എൻവയോൺമെൻറ്റൽ എത്തിക്സുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അത് മാച്ച് ദ ഫോളോയിങ് ആണ്. കോൺസ്പിക്യൂസ് കൺസംഷൻ, പോപ്പുലർ കൾച്ചർ, ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് ഡെമോക്രസി, വൈറ്റ് കോളർ ക്രൈം. വളരെ ഈസിയാണ്. ഓപ്ഷൻ ഫസ്റ്റ് ആണ് ഇതിൻ്റെ ആൻസർ. A3, B4, C1, D3, D2. കോൺസ്പിക്യൂസ് കൺസംഷൻ തോയ്സ്റ്റൻ വെബ്ലൻ ആണ്. പിന്നെ പോപ്പുലർ കൾച്ചർ ഇയാൻ ചാമ്പേഴ്സ് ആണ്. ദെൻ ക്യാപിറ്റലിസം, സോഷ്യലിസം, ഡെമോക്രസി അത് വരുന്നത് ജോസഫ് കമ്പീറ്റർ ആണ്. വൈറ്റ് കോളർ ക്രൈം EH സദർലാൻഡ്. ഇനി വെറും വൈറ്റ് കോളർ എന്നാണെങ്കിൽ അത് CW മിൽസ് ആണ്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 134. അത് മാച്ച് ദ ഫോളോയിങ് ആണ്. ഫോക്ക് വേസ്, കോണർബേഷൻ, സിക്രോൾ, ഫോക്ക് ടേബിൾസ്. സ്റ്റാൻലി കോഹാൻ, ചാൾക്കോൾ പാഴ്സൺ, പാട്രിക് ഹിഡസ്, വില്യം ഗ്രഹാം സമ്നർ. ഇതിൽ നമുക്ക് സിക്രോൾ ആരാണെന്ന് കൊണ്ടുവന്ന് നമുക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. ചാൾക്കോൾ പാഴ്സൺ ആണ്. അപ്പോൾ C2 വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. ഓപ്ഷൻ 2 അതാണ് ആൻസർ. A4, D3, C2, D1. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹു ഡിഫൈൻസ് എ നെറ്റ്വർക്ക് as a set of interconnected nodes? Thus, distance between social positions are shorter where such positions constitute nodes with a network, as opposed to those which lie outside the particular network. അതിൻ്റെ ആൻസർ ഓപ്ഷൻ 4 മാനുവൽ കാസൽ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഫിനോമിനോളജി ഈസ് റാഡിക്കൽ ആൾട്ടർനേറ്റീവ് ഓഫ് സിംപ്ലി പോസിറ്റിവിസം. ദെൻ അടുത്ത മാച്ച് ദ ഫോളോയിങ് ആണ്. സൂയിസൈഡ്, ദ പ്രൊട്ടസ്റ്റന്റ് എത്തിക് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം, ദ ആൻഡമാൻ ഐലൻഡേഴ്സ്, ഗെറ്റിംഗ് എ ജോബ്. ഇതിൽ അവർ ട്വിസ്റ്റ് തന്നിട്ടുള്ളത് ഓതേഴ്സിനെ കുറിച്ചല്ല ചോദിച്ചിട്ടുള്ളത്, അവരുടെ വർക്ക് ഏത് ടൈപ്സ് ആണെന്നാണ്, മെത്തഡോളജി എങ്ങനെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒബ്വിയസ്ലി സൂയിസൈഡ് ഈസ് കമ്പാറ്റീവ് മെത്തേഡാണ്. പ്രൊട്ടസ്റ്റന്റ് എത്തിക് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം ഹിസ്റ്റോറിക്കൽ കമ്പാറ്റീവ് മെത്തേഡാണ്. ദെൻ ആൻഡമാൻ ഐലൻഡേഴ്സ് ഈസ് ഫങ്ഷണൽ മെത്തേഡാണ്. ഗെറ്റിംഗ് എ ജോബ് ഈസ് നെറ്റ്വർക്ക് അനലൈസിസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ 2. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദ ക്യാരക്ടറിസ്റ്റിക്സ് associated with Fordism. Fordism has grown throughout the 20th century in USA. It reached its peak and began to decline in 1960s. Ford generally credit development of the modern mass production system. Fordism of course refers to the ideas, principles and systems spanned by Henry Ford. ഇതിലെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. ABC. D തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഹെൻറി ഫോർഡ് അല്ല ഇത് കൊണ്ടുവന്നിട്ടുള്ളത്, EB ടൈലറാണ്. അതാണ് അതിൻ്റെ ഒരു ഫോൾട്ട്. ബാക്കിയെല്ലാം ശരിയാണ്. ഇനി അടുത്തത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ലൈഫ് സൈക്കിൾ ഓഫ് എ സോഷ്യൽ മൂവ്മെൻറ്റ്? അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 1 ACBD. എമർജൻസ്, coalescence, bureaucratization and decline. ACBD. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. ദ പാസിംഗ് ഓഫ് ട്രഡീഷണൽ സൊസൈറ്റി, ഏഷ്യൻ ഡ്രാമ, Dutch Society, Communication and Political Development. Gunnar Myrdal, Daniel Lerner, Lucien V. P. David C. McClelland. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. A2, B1, C4, D3.
ഓക്കെ, ഇനി അടുത്തത് കോംപ്രിഹെൻഷനാണ്. അത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.